ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചാമ്പയ്ക്ക അച്ചാറാണ്. ചാമ്പയ്ക്ക കിട്ടിയത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തു. പിന്നെ ഇവിടെ അച്ചാറിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വിനീഗറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. അതങ്ങോട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച ബ്രൗൺ കളറാകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ അച്ചാർ പൊടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാമേ. ഒരു 3 സ്പൂൺ അച്ചാർ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ ഇളക്കാം. പതുക്കെ ഇളക്കിക്കൊണ്ട് നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തിട്ട് ഞാൻ ആദ്യമേ ഉപ്പും മഞ്ഞളും കൂടെ തേച്ച് വെച്ചിരുന്ന ചാമ്പയ്ക്കയാണ്. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. മുളക് പൊടിയും അച്ചാർ പൊടിയും മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞുറുക്കി വെച്ചേക്കുന്ന ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്ന ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കുക. നല്ലപോലെ ഇളക്കിയ മസാല ഈ ചാമ്പയ്ക്കായി പിടിക്കുന്ന പോലെ നല്ലപോലെ അങ്ങ് ഇളക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ചല്ലേ തേച്ച് വെച്ച്, ഇപ്പോൾ ഇതിന് ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇളക്കുക. നല്ലപോലെ ഇളക്കുക. നല്ലപോലെ മിക്സ് ആവട്ടെ. ചാമ്പയ്ക്കായാലോട്ട് പിടിക്കാൻ അല്പം സമയം എടുക്കും. നല്ലപോലെ ഇളക്കി വെക്കുക. ഇനി നമ്മുടെ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്കായ്ക്ക് പുളിയുണ്ടല്ലോ, പിന്നെ അല്പം പുളി കൂടി വേണമല്ലോ, അതുകൊണ്ട് വിനാഗിരി 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ അച്ചാർ പൊടി കഴിഞ്ഞ് കാണാം. അച്ചാർ പൊടിക്കകത്ത് കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചാമ്പയ്ക്ക അച്ചാർ റെഡി.